ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മൾ പോകുന്ന ആ ലൊക്കേഷനും അതുപോലെ അവിടെ കാണുന്നതൊക്കെ നമ്മൾ പോകുമ്പോഴായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി കുറച്ച് വീഡിയോ എടുക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നില്ല പോയത്. പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള അപ്പോൾ അവൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി അറ്റാച്ച് ചെയ്യണം ഇതിൽ മൊത്തത്തിൽ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രകൃതിയോടൊപ്പം പോകുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ ഫുള്ള് പച്ചപ്പിനോടാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ അവൾ വീഡിയോ എടുത്തായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നമ്മളുടെ ഇപ്പോൾ എപ്പോഴും ഒരാൾ വീഡിയോ എടുക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ കുറേ വീഡിയോ എടുത്തു. അതിനുശേഷം നമ്മൾ എത്തിയിട്ട് പകുതി എത്തുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എത്തിയിട്ടോ. ഫുൾ പാടങ്ങൾ. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ പോലും എടുക്കുന്നത്. വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ ഗൈസ്. അതും കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് പല്ലശ്ശേന അമ്പലത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ അടിപൊളി പ്ലേസാണ്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാൻ അവിടെ നിർത്തിയത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർ നമ്മുടെ നീ എന്താ അരുണയാണ് നമ്മുടെ പിള്ളേർ. നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ലീവായി അദ്ദേഹം അങ്ങനെ വന്നിരിക്കുകയാണ്. സൂപ്പർ സ്ഥലമായിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നമ്മൾ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കാണിച്ചു കേട്ടോ ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കൊറ്റികളൊക്കെ നിൽക്കുന്നുണ്ടാ നടുവിൽ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ പച്ചപ്പിൻ്റെ ഇടയിൽ ആ വൈറ്റ് കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. സെറ്റായിട്ടുണ്ട് ഗൈസ് നമ്മുടെ വണ്ടി. ഗൈസ് നമ്മുടെ ഇടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ റീൽസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ പോകുന്ന കുറച്ച് റീൽസ് എടുക്കുന്ന വീഡിയോസൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും കൂടി നോക്കുക എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്ന് പറയും. അത് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഹെൽമെറ്റ് ഇട്ടാണ്ട് വരുന്നത്. ബാക്കി എല്ലാം ഓടുമ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും ലൊക്കേഷനിൽ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് പോകുന്നത് കാരണമായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് ക്ഷമിക്കുക, വീഡിയോസൊക്കെ കുറച്ച് ലാഗ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ പാടങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് അവിടെ എത്താറായിട്ടോ ഗൈസ്. അവിടെ ഗൈസ് അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലൊക്കേഷനിലൊക്കെ പോയി അങ്ങനെ കുറേ വഴിയൊക്കെ തെറ്റി അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടു. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അവിടെ കയറുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ഫങ്ഷൻ കാരണമാണ് കുറേ തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ്. ലാസ്റ്റ് എത്തിപ്പെട്ട സ്ഥലം വന്നിട്ട് ഹൃദയം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തിലേക്ക് നമ്മൾ പോകണം എന്നിട്ട് ആഗ്രഹിച്ച് വന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കയറുന്ന വീഡിയോസാണ് ഇനി കാണുന്നത് എല്ലാം. നല്ല രസമുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത്ര വെയിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേരം നല്ല രസമുണ്ടായിരുന്നു അവിടെ കയറുമ്പോൾ തന്നെ. ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിട്ടോ ഗൈസ്. അടിപൊളി സ്ഥലം. ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ നടന്നു തോന്നുന്നു. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു. സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുള്ള പ്ലേസസാണ്. പിന്നെ അതിൻ്റെ മേലെ പോയിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയുണ്ട്. ഷോർട്സ് എടുക്കുന്നു. നല്ല അടിപൊളിയുണ്ടല്ലേ സ്ഥലം. സൂപ്പർ സെറ്റായിട്ടുണ്ട് ഗൈസ്. അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലം. സൂപ്പറായിട്ടുണ്ട്. ഇവിടുത്തെ മലയുടെ മേലത്തെ സൂപ്പറായിട്ടുണ്ട്. ഇനി അമ്പലം കാണിച്ചു തരാം കേട്ടോ. അടുത്തെത്തിയിട്ട് അമ്പലം കാണിച്ചു തരാം. ഞാനും അരുണയും മാത്രമേ ഉള്ളൂ. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന്. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഈ സീന് നല്ല ഷോർട്ട് വീഡിയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്ത ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട്. അമ്പലം എത്തിയിട്ടോ ഗൈസ്. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ഷൂട്ടിംഗ് എടുത്ത സിനിമ വന്നിട്ട് ഞാൻ കുറേ ആഗ്രഹിച്ചതായിരുന്നു ഇതിൽ വരണം എന്നിട്ട്. അപ്പോൾ വന്നു. അടിപൊളിയായിട്ടുണ്ട്. അമ്പലമാണെങ്കിൽ അടച്ചിരിക്കുന്നു ഗൈസ്. അമ്പലം അടച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ തണുപ്പത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് നേരം ഇരുന്നിട്ട് അതിന് പോവും. നല്ല സൂപ്പറായിട്ടുണ്ട് സംഭവം. അടിപൊളിയായിട്ടുണ്ട്. ഇത് വാ.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടു വെച്ച് എന്തായാലും നിങ്ങൾക്ക് പോകാൻ തോന്നും. അത്ര മനോഹരമായ സ്ഥലമാണ് അവിടെ. പിന്നെ വന്നിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ നല്ല വൈബായിരുന്നു ഗൈസ്. നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ല, അത്രത്തോളം നല്ല കാറ്റ്. അവിടെ പോയി വെച്ച് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ തൊഴുതാൻ മാത്രം പറ്റിയില്ല, നേരത്തെ പോകണമായിരുന്നു. ഞങ്ങൾ വൈകിട്ടാണ് പോയത്. അത് കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഫുള്ള്. അവിടെ പോയത് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ശിവൻ്റെ അമ്പലമാണ് അതും. അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയതായിരുന്നു. അത് നമ്മൾ സാധിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സുമാരുടെ ഒപ്പം പോകുമ്പോൾ നമുക്ക് നിറയെ പേരൊക്കെ കൂടെ പോകുമ്പോഴും അതിലുള്ള ഒരു സംഭവം എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും. അതുപോലെ അവളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടായത് കാരണം എന്താ പറയുക, വീഡിയോ ഒന്നും അവൾക്ക് ചടപ്പാക്കാണ്ട് എനിക്കൊക്കെ എടുത്തു തന്നു. ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അങ്ങനെ നല്ല കാറ്റുണ്ടായിരുന്നു, അങ്ങനെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളും, നല്ല രസമുണ്ട്. എന്തായാലും അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ ചെറുതായിട്ടൊരു മഴ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നുള്ളൂ, വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു ഫംഗ്ഷൻ, നമ്മുടെ അമ്പലത്തിൽ പരിപാടി ആയിരുന്നു തോന്നുന്നു. അതിൻ്റെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തോരണങ്ങളും അതുപോലെ എല്ലാ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആവും തോന്നുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾക്ക് വന്നിട്ട് ലൊക്കേഷനൊക്കെ ഇട്ട് പോകുമ്പോഴേക്കന്നെ നല്ല റിസ്ക് ആയിരുന്നു. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണം, കാരണം ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മൾ കുറേ പോയി, വഴി തെറ്റിപ്പോയി. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും ലൊക്കേഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യുക, ഞങ്ങളെ പോലെ ഒന്ന് പോവാതിരിക്കുക, കറക്റ്റായിട്ട് ലൊക്കേഷനിലൊക്കെ പോവുക. ഞങ്ങൾ പിന്നെ എല്ലാവരുടെ അടുത്ത് ചോദിച്ച് അവിടെ എത്തിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ പോകുന്നത് വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളുടെ 4 പേരുടെ പേരെഴുതാൻ വേണ്ടി പോകാൻ കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ പിന്നെ 4 പേരുടെ പേരെഴുതാൻ വേണ്ടി ഞങ്ങൾ കല്ലൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. അവിടെ പോയി കുറേ നേരം എഴുതി, നല്ല രസമുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും അവിടുത്തെ സൂപ്പറായിരുന്നു. ഏത് സൈഡ് നോക്കിയാലും വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ നിക്ക് നെയിമാണ് കേട്ടോ അവരുടെ എഴുതുന്നത്, അല്ലാണ്ട് റിയലി നെയിമല്ല. അതെൻ്റെ ഫ്രണ്ട് എന്തായാലും പറയും അവളുടെ വായ. സ്വത്ത് നിതിനേട്ടൻ അമ്മു ഞാന് അല്ലേ വാവാ അതന്നേട്ടാ. വന്നിട്ട് അനൂപേട്ടൻ, പൊന്നു ഷാലു, വാവ രതീഷേട്ടൻ, സ്വത്തു നിതിനേട്ടൻ, അമ്മു ഞാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഗൈസ്. ഇവിടെ അമ്പലത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് അമ്പലം. നമ്മളിനി പോവുകയാണ്, ഇനി വീട്ടിൽ പോവുകയാണ്. അടിപൊളി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളടുത്ത് വീഡിയോ എടുക്കാൻ ഫോണില്ല, അത് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ എടുക്കുന്നത്. അത് തന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഫോണൊക്കെ ഭയങ്കര നല്ല വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.